ഹല്ലേലൂയ. കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ അവൻ്റെ തിരുമൊഴികൾ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ കുറേ വിശദമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കൊരു പക്ഷേ അത്രയും വിശദമായിട്ട് പറയാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഈ കാര്യം ഡീറ്റെയിൽഡായിട്ട് തന്നെ ആദ്യത്തെ തിരുമൊഴി വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാൻ ഞാൻ സമയം ചെലവഴിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് കർത്താവിൻ്റെ ആ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന മധ്യസ്ഥതയുടെ അനുഭവം. അതാണ് നമ്മൾ പഠിച്ച ഒരു പാഠം. അതുകൊണ്ട് നാമും അജ്ഞത കൊണ്ട് പാപത്തിൽ വീണു പോകുന്ന, അജ്ഞത കൊണ്ട് കർത്താവിനെ നിഷേധിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ മധ്യസ്ഥത അനിവാര്യമാണ്. കാര്യം അതുകൊണ്ട് നമ്മൾ വായിച്ച ഭാഗം എന്താണ്? അവൻ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദാറ്റ് മീൻസ് മധ്യസ്ഥത എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം? വെറുതെ ഒരു വാക്ക് പറഞ്ഞു വെച്ച് കർത്താവെ എല്ലാവരോടും ക്ഷമിച്ചേക്കണമെന്ന് പറയുന്നതല്ല. പ്രത്യുത ആ ആഴത്തിൽ നിരന്തരമായിട്ട്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. മധ്യസ്ഥതയ്ക്ക് ഇടയ്ക്ക് ഒരു മുറിവുണ്ടാകാനായിട്ട് പാടില്ല. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കണം. ജനങ്ങളുടെ വേദന ഏറ്റെടുക്കത്തക്ക രീതിയിലുള്ള മാനസികാവസ്ഥയിലുമായിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടത്, കർത്താവ് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇന്നുവരെയുള്ള ആരും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. കാരണം തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി അവൻ അപേക്ഷിക്കുകയാണ്. ഞാൻ തന്നെയല്ല, അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു താൻ ജീവിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചതായ, ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചതായ സത്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രാവർത്തികമാക്കുകയാണ്. നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിപ്പിൻ, പ്രാർത്ഥിപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ അതുപോലെ തന്നെ അവൻ്റെ ജീവിതം അത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യേശു കർത്താവ് പഠിപ്പിച്ച ആ പാപക്ഷമയുടെ പാഠത്തിലെ ഒരു പ്രധാന പാഠം എന്താണ്? കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചത് ഒന്നും ചോദിക്കാതെയാണ്. അത് കൊടുത്തു വീട്ടാൻ കഴിവില്ലാത്ത വലിയ പാപമാണ് അവൻ ക്ഷമിച്ചത്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ പാപങ്ങളെ, അല്ലെങ്കിൽ അവരുടെ കുറവുകളെ, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവ് നൽകിയ പാപക്ഷമ റദ്ദാക്കപ്പെടും എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കർത്താവ് നൽകിയ പാപക്ഷമ റദ്ദാക്കപ്പെടാൻ, അതായത് പാപക്ഷമയുടെ അഭാവം എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സഭകളിൽ ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, എൻ്റെ പാപങ്ങൾ ലോകത്തിൽ ജീവിച്ച ഏറ്റവും നിർദോഷിയായ യേശുവിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ചിലരുടെ കാര്യമൊന്നുമല്ല. അവൻ്റെ ശരീരത്തെ അത് തകർത്തു, അവൻ്റെ ജീവനെ അത് എടുത്തു കളഞ്ഞു, അവൻ നുറുക്കപ്പെട്ടു. ഇതെല്ലാമായിട്ടും ഞാൻ പറഞ്ഞ കഥയിലെ പോലെ മകൻ്റെ ജീവിതത്തിൽ അവൻ അപ്പനെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ, ആ അവസ്ഥയിലാണ് നമ്മളും. സ്വന്തം പിതാവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ മദ്യത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായിരിക്കുമ്പോൾ അവൻ്റെ പാപം അവൻ്റെ പിതാവിൻ്റെ ജീവൻ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതുതന്നെയാണ് കാൽവരി ക്രൂശിൽ സംഭവിച്ചത്. എന്നിട്ടും ആ മകനോട്, തൻ്റെ നെഞ്ചിൽ ആളറിയാതെ നിറയൊഴിച്ച മകനോട് ഒരു പിതാവ് ക്ഷമിക്കുമെങ്കിൽ സ്വാഭാവികമല്ല. അതാണ് വാസ്തവത്തിൽ കാൽവറി ക്രൂശിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത. നമ്മൾ അവനെ ക്രൂശിക്കുമ്പോൾ, യേശു ആരാണെന്നറിയാതെ നമ്മൾ നിറയൊഴിക്കുമ്പോൾ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ റിബല്യസ് ആയിരുന്നപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ചു, അവൻ നമുക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരിക്കലും മറ്റൊരാളോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല. ക്രൂശിലെ അവൻ്റെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്രൂശ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എത്രയും കൂടുതൽ പീഡിപ്പിച്ച് കൊല്ലാൻ കഴിയുമെന്നുള്ള ഒരു മാനുഷിക കണ്ടുപിടുത്തമാണ് ശരിക്കും പറഞ്ഞാൽ ക്രൂശ് എന്ന് പറയുന്നത്. ഇത്രയും ക്രൂരമായിട്ടൊരു മനുഷ്യനെ കൊല്ലാൻ വേറെ ഒരു മാർഗം ലോകത്തിൽ ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായില്ല. ഈ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ക്രോസ് കണ്ടുപിടിച്ചത് കാർത്തേജിനിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു രാജ്യമാണ്. അവർ റിബലായിട്ടുള്ള ഈ ആളുകളെ കൊല്ലാനായിട്ട് കണ്ടുപിടിച്ച, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ച ഈ ഡിവൈസ്, അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ടു മേക്ക് ഡെത്ത് ആസ് പെയിൻഫുൾ ആസ് പോസിബിൾ, ദ മോസ്റ്റ് ആഗണൈസിങ് ആൻഡ് ഷെയിംഫുൾ ഫോം ഓഫ് execution ever devised by a man.
ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഏറ്റവും ക്രൂരമായും പെയിൻഫുള്ളായിട്ടും അതേപോലെ എന്താണ് ഷെയിംഫുള്ളായിട്ടും, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പരസ്യ കോലമാക്കാൻ, അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. പരസ്യ കോലമാക്കി കൊല്ലാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള, മനുഷ്യ ചരിത്രത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഹീനമായ ഒരു കാര്യമാണ് ക്രൂശിമരണം എന്ന് പറയുന്നത്. ഈ കാർത്തനിജൻസിൽ നിന്ന് റോമൻസ് അത് ബോറോ ചെയ്തു. എന്നാൽ അവരൊരിക്കലും ഒരു റോമൻ സിറ്റിസനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവരിത് ആർക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, റോമൻ ഗവൺമെൻറ്റിനോട് റിവോൾട്ട് അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിനോട് മത്സരിക്കുന്നവരായ ആളുകളെ ക്രൂശിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇഫ് യു ആർ റിബെല്ലിങ് അഗൈൻസ്റ്റ് റോം, ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. അതിനുവേണ്ടി എത്രയും ക്രൂരത. അതായത് ഇനി ആരും ഇത് കണ്ടേച്ച്, നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തുമ്പോഴും വധശിക്ഷ വിധിക്കുമ്പോഴും എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണുന്നില്ല. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ കൊല്ലുന്നൊന്നും ആരും കാണുന്നില്ല. പരസ്യ ശിക്ഷയല്ല, എന്നാൽ ഇത് പരസ്യമായിട്ട്. അതുകൊണ്ടാണ് ഇത് ഇവിടെ കിടക്കുന്നത്. പല ദിവസങ്ങൾ പലപ്പോഴും ഈ ക്രൂശിൽ ആളുകൾ കിടക്കും, 2-3 ദിവസമൊക്കെ ചിലപ്പോൾ കിടക്കും. വളരെ ക്രൂരമായ മരണം, ഷെയിംഫുള്ളായിട്ടുള്ള മരണം. അതാണ് വാസ്തവത്തിൽ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റെടുത്തത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. റോമൻ സിറ്റിസൻസിന് ഒരിക്കലും അവരത് കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് യഹൂദന്മാരായ ആളുകൾ, കാര്യം യഹൂദന്മാരുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്, തിരുവഴുത്തിൽ തന്നെ ഉണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ക്രൂശിൽ കർത്താവ് നമ്മുടെ ശാപങ്ങളെ മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനിയും ആ ശാപം ഉണ്ടെന്നും പറഞ്ഞ് ആരും നിങ്ങളെ കളിപ്പിക്കാനായിട്ട് വരരുത്. ആ ശാപമുണ്ട്, അത് ഞങ്ങൾ മുറിച്ചു തരാം. 4 ദിവസം നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ശാപത്തെയൊക്കെ മുറിച്ചു തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊക്കെ നേരത്തെ മുറിഞ്ഞതാ സഹോദര, ഇനി വരണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഇടയ്ക്ക് കയറി പറയുകയാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാരെങ്കിലും അന്യാരാധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞ് നോക്കിയിരുന്ന് നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു പകയോടെ, നമ്മൾ ചിലപ്പോൾ പാമ്പിനെ കുറിച്ച് പറയുമല്ലോ, മൂർഖൻ പാമ്പ് വെറുതെയാണ് എന്താണ് നുള്ളി നോവിച്ച് വിട്ട് കഴിഞ്ഞാൽ നോക്കിയിരുന്ന് കടിക്കുമെന്നൊക്കെ. അങ്ങനൊന്നും പാമ്പ് കടിക്കത്തൊന്നുമില്ല. പാമ്പ് അതിനെ ഉപദ്രവിച്ചാൽ അന്നേരം കടിച്ചാലേ ഉള്ളൂ. നോക്കിയിരുന്ന് കടിക്കുന്നൊക്കെ കഥയിലേ ഉള്ളൂ, കഥയിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പാമ്പ് നോക്കിയിരുന്നൊക്കെ കടിക്കുന്നത്. പക്ഷേ നമ്മുടെ ചിന്ത എന്നറിയാമോ, ഇതുപോലെ എന്നെങ്കിലും എൻ്റെ പിതാക്കന്മാരാരെങ്കിലും നുള്ളി നോവിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ, അന്യാരാധന കൊണ്ട് നുള്ളി നോവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇങ്ങനെ നോക്കിയിരിക്കും, 4-ാമത്തെയും 5-ാമത്തെയും തലമുറ കഴിയുമ്പോൾ വന്ന് കൊത്തും, ശപിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ളൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പാരമ്പര്യ ശാപം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മളെ കളിപ്പിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ അനുവദിക്കരുത്. നമ്മുടെ സകല പാപങ്ങളും നമ്മുടെ ശാപങ്ങളും എവിടെ ആക്കപ്പെട്ടു? ഇറ്റ് ഈസ് ഓൺ ദ ക്രോസ്. നിങ്ങൾ പാപം ചെയ്താൽ ദൈവം നിങ്ങളുടെ പാപത്തിന് ഒരു പക്ഷേ ശിക്ഷണം നൽകുമെന്നുള്ളതല്ലാതെ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപമെല്ലാം നോക്കിയിരുന്ന് നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ക്രൂരനായ ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് നിങ്ങൾ അത്രയുമെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്തൊരു ദൈവത്തെ നിങ്ങൾ പിൻപറ്റുന്നത് എങ്ങനെയുള്ളൊരു ദൈവത്തെയാണ്? ഇത്രയും കരുണ കാണിക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുന്നത്? നിങ്ങളുടെ 7-ാമത്തെ തലമുറയ്ക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിലൊരു അന്യാരാധന നടന്നതുകൊണ്ട് അത് നോക്കിയിരിക്കുകയാണ് ദൈവം എന്നൊക്കെ പറയുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കാം. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങളെ ആളുകൾ കളിപ്പിക്കരുത്. നിങ്ങളുടെ പാരമ്പര്യ ശാപം നിങ്ങളെ മുറിയാതെ കിടക്കുകയാണ്, ഞങ്ങൾ മുറിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ദയവ് ചെയ്ത് ആളുകൾ കളിപ്പിക്കരുത്. ഓക്കെ. പക്ഷെ കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്ന കാര്യമെന്ന് പറയുന്നത് എത്രയും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതായ ആളുകൾ. റോമൻ സിറ്റിസൻസിനെ അവരത് ചെയ്യാത്തതിൻ്റെ കാരണം, റോമൻ സിറ്റിസൻസിനെ അവർ എന്താണ്, റോമാക്കാര് പറയുന്നത് അവൻ തെറ്റ് ചെയ്താലും, ഒരു പക്ഷേ യഹൂദനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും റോമൻ സിറ്റിസനെ അവരെന്ത് ചെയ്യത്തില്ല, ക്രൂശിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ പത്രോസിനെ ക്രൂശിക്കുന്നുണ്ട്, പക്ഷേ പൗലോസിനെ അവർ ക്രൂശിക്കുകയല്ല, അവൻ്റെ തല ഛേദിക്കുകയാണ്, ബിഹെഡഡ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പത്രോസിന് റോമൻ സിറ്റിസൺഷിപ്പ് ഇല്ല, പൗലോസിന് റോമൻ പൗരത്വമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ പത്രോസിനെ കൂടുതൽ അല്ലെങ്കിൽ പൗലോസിനെ കൂടുതൽ വലിയ തെറ്റിനായിരിക്കും പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലും, തെറ്റ് അല്ല ഞാൻ പറഞ്ഞത്, അവരുടെ നോട്ടത്തിൽ. എന്നിട്ടും പൗലോസിനെ എന്ത് ചെയ്യുന്നില്ല, അവർ ക്രൂശിക്കുന്നില്ല. യു ഗെറ്റ് മീ മൈ ഫ്രണ്ട്സ്,
മനസ്സിലാകുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ യേശു ഈ കാൽവറി ക്രൂശിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പീഡ അനുഭവിച്ചു. അതാണ് ഞാൻ ഈ കാൽവറി ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. കാരണം നോർമൽ വേയിൽ, സാധാരണ നിലയിൽ ഒരു കുറ്റവാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനെ 40 അടി ചാട്ടവാറ് കൊണ്ട് 40 അടി അടിച്ചേച്ച് വിട്ടയക്കുകയാണ് പതിവ്. 40 അടി അടിച്ചേച്ച് പിന്നെ ക്രൂശിക്കുന്നത് ഒരു സ്വാഭാവികമായ കാര്യമല്ല. നമ്മളിപ്പോൾ ജീവപര്യന്തം തടവിൽ കിടന്ന ഒരാളെ ജീവപര്യന്തം കഴിഞ്ഞിട്ട് തൂക്കിക്കൊല്ലുന്നത് ശരിയാണോ? അപ്പോൾ ജീവപര്യന്തം തടവ് കിട്ടിയ ഒരാൾക്ക് അയാൾ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വധശിക്ഷ കൊടുക്കുന്ന പറയുന്നത് സ്വാഭാവികമായി നടക്കാത്ത കാര്യമാണ്. പക്ഷെ അങ്ങനെ സ്വാഭാവികമായി നടക്കാത്ത ഒരു കാര്യമാണ് യേശുവിൻ്റെ കാര്യത്തിൽ നടന്നത്. ഞാനവനെ അടുപ്പിച്ച് വിട്ടയക്കുമെന്ന് പിലാത്തോസ് പറഞ്ഞു. യേശുവിനെ 40 അടി 39 അടി ചാട്ടവാറ് കൊണ്ട് അവരടിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ചാട്ടവാറ് കൊണ്ടുള്ള അടി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ചാട്ടവാറാണത്. ആ വിപ്പിങ്ങിനകത്ത് ആ ചാട്ടയുടെ അറ്റത്ത് അവർ ചെറിയ കുപ്പിച്ചില്ലുകളും മറ്റും കൊരുത്തു വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം യേശുവിനെ അവർ ചാട്ട കൊണ്ട് അടിക്കുമ്പോഴും അവൻ്റെ മാംസം പറഞ്ഞു പോരുമായിരുന്നു. അങ്ങനെ ഈ 40 അടി കഴിഞ്ഞാൽ ഇവൻ അർത്ഥപ്രാണനായി തീരുകയാണ്. അവൻ പിന്നെ ജീവിച്ചിരുന്നാൽ തന്നെ പ്രയോജനമില്ല. അത്രയ്ക്കും ക്രൂരമായ നിലയിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു. പിന്നീടാണ് അവനെ ക്രൂശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്രൂശ് മരണം തന്നെ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന മാക്സിമം ശിക്ഷയാണ്. പക്ഷേ യേശു കർത്താവിൻ്റെ ക്രൂശ് വേദനയുടെ കാര്യത്തിലും സഹനത്തിൻ്റെ കാര്യത്തിലും സാധാരണ ക്രൂശിക്കപ്പെടുന്നവനേക്കാൾ ഇരട്ടി വേദനയും പീഡനവും യേശുവിന് കാൽവറിയിൽ അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൽ അനുഭവിക്കേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം അവനെ കഷ്ടാനുഭവങ്ങളാൽ, നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, God made Jesus perfect through his suffering. ദൈവം അവനെ അവൻ്റെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണക്കാരൻ അനുഭവിക്കാത്ത, അവൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാര് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കഷ്ടത ക്രൂശിൽ ആരനുഭവിച്ചു? യേശു അനുഭവിച്ചു. അതുകൊണ്ടാണ് ഈ അടിയും മറ്റും ഏറ്റിട്ട് പോകുന്ന വഴിക്ക് ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ശിമോനെ കാണുമ്പോഴത്തേക്ക് അവർ ക്രൂശ് എടുക്കാൻ പടയാളികൾ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം, ഇനി ഇവൻ ഈ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കാനുള്ള അതിനുള്ള ആരോഗ്യം അല്ലെങ്കിൽ അതിനുള്ള ആസ്തി ബാക്കിയില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ഓൾറെഡി പീഡിപ്പിക്കപ്പെട്ടു. ക്രൂശിൽ അവൻ കിടന്നു. ഒരുപക്ഷെ മറ്റ് 2 കള്ളന്മാർ മരിക്കുന്നതിന് മുമ്പേ തന്നെ യേശു കർത്താവ് മരിച്ചു. എന്തുകൊണ്ട് മരിച്ചു? ബിക്കോസ് ഓഫ് ഈ ഇതുവരെയുള്ള പീഡനം കൊണ്ട്. അതുകൊണ്ട് അവൻ്റെ കാൽ മുട്ടുകളെ, സാധാരണ രീതിയിൽ ക്രൂശിൽ കിടക്കുന്ന ഒരു കള്ളൻ മരിക്കാൻ ഒത്തിരി താമസിച്ചാൽ, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കിടന്നിരിക്കും, വീണ്ടും താമസിച്ച് കഴിഞ്ഞാൽ കൊല്ലാനുള്ള ഏറ്റവും നല്ല മാർഗം അവൻ്റെ മുട്ടുകൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. മുട്ടുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ, കാര്യം ക്രൂസിലെപ്പോഴും ഈ 2 കൈകളിൽ തൂങ്ങിക്കിടക്കുകയും കാല് കിടക്കുന്ന സമയത്ത് ശ്വാസം കിട്ടാനായിട്ട് അവർ ഈ കാലിൽ ഇങ്ങനെ പൊങ്ങിയാണ് ശ്വാസം വലിക്കുന്നത്. പക്ഷെ കാലിൻ്റെ മുട്ടുകൾ തകർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? കാലുകൾ ഉയർത്തി ശ്വാസം വലിക്കാൻ അവർക്ക് കഴിയില്ല. കാലുകൾ ഉയർത്തി ശ്വാസം വലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവർ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും. അതുകൊണ്ടാണ് മറ്റ് കള്ളന്മാരുടെ കാര്യത്തിൽ കാലിൻ്റെ മുട്ടുകൾ ഒടിച്ചെങ്കിലും യേശുവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടായില്ല. കാരണം അവൻ ഓൾറെഡി മരിച്ചിരുന്നു. കാര്യം അത്രയ്ക്കും കൂടുതൽ പീഡനം അവൻ ക്രൂശിൽ അനുഭവിച്ചു എന്നുള്ളതാണ്. യേശുവിൻ്റെ ക്രൂശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും അവൻ തകർക്കപ്പെട്ടു. എല്ലാ രീതിയിലും ഹി വാസ് റോബ്ഡ് ഇൻ എവറി വേ. ശരിക്കും അവൻ എന്താ അവിടെ ഉണ്ടായി? ഹി ലോസ്റ്റ് എവറിതിങ്. അവൻ്റെ ഓണർ അല്ലെങ്കിൽ അവൻ്റെ മഹത്വം മുഴുവനായും കാൽവറി ക്രൂശിൽ ഇല്ലാതെയാകണം. പിതാവിനോട് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ, പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് ഇറങ്ങി വന്നവനായ യേശു ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് അവൻ ജീവിച്ചിരുന്നപ്പോഴല്ല, അവൻ്റെ മരണത്തിൻ്റെ സമയത്താണ്. അവൻ്റെ ഓണർ അവന് നഷ്ടമായി. അവൻ്റെ ഫോളോവേഴ്സിനെ, അവൻ്റെ അനുയായികളെ അവന് നഷ്ടമായി. അവൻ്റെ അനുയായികൾ യോഹന്നാൻ ഒഴികെ വേറെ ഒരാൾ പോലും അവൻ്റെ